ഹലോ ഗേയ്സ്, എൻ്റെ എല്ലാ മുത്തുമണികളും എൻ്റെ മുത്തുമണികളെ ഞാനും അങ്ങനെ ഓച്ചറയിൽ വന്നു കേട്ടാ. വൃശ്ചികം 1 മുതൽ ഓച്ചറമ്പലത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്ലാണ്. ഓച്ചറ 1 മുതൽ 12 ദിവസം, വൃശ്ചികം 12 വരെയും ഭയങ്കരമായിട്ടുള്ള പരിപാടികളാണ്. ഓച്ചറ അമ്പലത്തിലെ ഉത്സവമാണ് അവിടുത്തെ. അപ്പം ഞങ്ങൾ അവിടേക്കൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്. അങ്ങനെ കറങ്ങി എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി ഇങ്ങനെ വായി നോക്കി നടക്കുവാണ് ഞങ്ങൾ. കണ്ടോ കണ്ടോ, ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പം ഞങ്ങൾ വന്ന വാക്കാണ്, അപ്പം അത്രയും ആൾക്കാരില്ല. ഞങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. രാത്രിയായി ഞങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും. പിന്നെ സൈഡിലൊക്കെ കച്ചവടക്കാരും അവരും ഇവരൊക്കെ ഇരിപ്പുണ്ട്. ഒത്തിരി ആൾക്കാരങ്ങനെയുണ്ട്. പിന്നാണെങ്കിലും ഓരോ ബജി പൊരിച്ചതും അതും ഇതും മറ്റതും അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഉത്സവ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനും വാങ്ങാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ വെറുതെ ഇങ്ങോട്ട് എൻ്റെ പറയുന്നതേ ഉള്ളൂ കേട്ടോ മുത്തുമണികളെ. അങ്ങനെ ഞങ്ങളിങ്ങനെ വായി നോക്കി നടക്കുവാണ്. ക്യാഷൊക്കെ കുറവാണ് ഞങ്ങളുടെ കയ്യിൽ, ഒരുപാടൊന്നും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ മേടിച്ച്. ഞാനും എൻ്റെ അയൽവാസികളൊക്കെ കൂടിയാണ് വന്നേക്കുന്നത്. അതിൽ മുൻപേ പോകുന്നത് അവളാണ് കേട്ടോ, ഷെമിയാണ്. ഞങ്ങളുടെ അടുത്തുള്ളൊരു കുട്ടിയാണ്, പെൺകുട്ടിയൊന്നുമല്ല, എന്നാലും ഒരു അമ്മയാണ്. അവളുടെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അതൊന്നുമല്ല. അപ്പം അവളും ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾ വേറെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഓരോന്നൊക്കെ മേടിച്ചും അവരൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവൾ മേടിച്ചു. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് അങ്ങനെ വായി നോക്കി നടക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നറിയാം. അപ്പോഴത്തേക്കും ഇരുട്ടി ഇങ്ങനെ വരുവാണ്. സമയം അങ്ങനെ പോകുന്നുണ്ട്, സന്ധ്യയാവുന്നുണ്ട്, രാത്രിയാവുന്നുണ്ട്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. ഒരുപാട് മേടിച്ചില്ലെങ്കിലും അവിടെ എല്ലാം കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഞങ്ങൾ ദാണ്ട ഈ കറങ്ങുന്ന സനായിക്കകത്ത് കയറാൻ പോവുകയാണ്. കറങ്ങുന്നതെന്ന് വെച്ചാൽ പിന്നെ ട്രെയിൻ ഭാഗത്ത് കൂടെ വണ്ടി പോകത്തില്ലേ, അതിൽ കയറാൻ വേണ്ടി കയറുകയാണ്. കണ്ടോ, ഞങ്ങളെല്ലാവരും കയറുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ പിടിക്കുന്നത്. കണ്ടോ, ആ വണ്ടിക്കകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയാണ് അതിന് മേലോട്ട് കയറുന്നത്. ഞങ്ങൾ കയറി വെച്ചാണ് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ പേരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. ഞാനും ഷെമിയും കൂടെ ഒരു ഇതിലാണ് കയറിയത്. ഒരു സീറ്റിനകത്ത് 2 പേർക്ക് ഇരിക്കാം. അങ്ങനെ ഞാനും അവളും കൂടെ കയറാനും വേണ്ടിയാണ് പോകുന്നത്. കണ്ടോ, കുറേ പേരൊക്കെ കയറി ഇരിപ്പുണ്ട്. ഞാനിതാണ്ട പിന്നെ അവരുടെ മുൻപിലായിട്ട് ഞാനും ഷെമിയും കയറി. വേണ്ട, എൻ്റെ ഫ്രണ്ടിലും ഞങ്ങളുടെ അടുത്തുള്ള അയൽവാസിയാണ്. ഞാനാണ് ഈ ഇരിക്കുന്നത്, ബാഗ് മടി വെച്ചുകൊണ്ട്. എൻ്റെ കൈയാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഷെമിയും ഇരിപ്പുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ കുറേ നേരം അതിനകത്തിരുന്ന് കറങ്ങി വെച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പം ഞാനും ചടി ഇറങ്ങുന്നുണ്ട് മുത്തുമണികളെ. ഈ പയ്യൻ്റെ പുറകിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ പതിയൊക്കെ ഇറങ്ങി അവളുടെ വീണ്ടും കറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ. പിന്നെ കുട്ടികളുടെ കാഴ്ചകളും കുട്ടികളുടെ സന്തോഷങ്ങളും അതെല്ലാം കണ്ടും കേട്ടും അത് നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേരുടെ കളിയും സന്തോഷവും ചിരിയും അതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. പിന്നാണെങ്കിൽ സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും ഇതെല്ലാം കാണാൻ ഞങ്ങൾ കയറി അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു. എല്ലാത്തിൻ്റെ വില ചോദിച്ച് അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. കണ്ടോ, കുറേ നേരം അവിടെയൊക്കെ ചിലവഴിച്ചു. പിന്നെ കൊതുകിന് പുകയ്ക്കുന്നതാണത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതൊക്കെ. പിന്നെ ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ, ഒത്തിരി വിലയൊന്നുമില്ല. ചിലർ ഒരു ഉത്സവ സ്ഥലത്തൊക്കെ ഭയങ്കര വിലയാണ് സാധനത്തിനൊക്കെ. ഇല്ല, അത്ര ന്യായമായ വിലകളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി സ്വീറ്റ്സ് മേടിച്ച് ഞാൻ എന്തായാലും എല്ലാ ഐറ്റംസിൽ നിന്നും ഓരോന്ന് വെച്ച് 1/2 കിലോ ആവും. അപ്പോൾ അതിന് 140 രൂപയാണ്. എല്ലാ ഐറ്റംസ് 20 ഐറ്റംസാണ്. അതുമൊക്കെ ഞങ്ങൾ മേടിച്ച് വേണ്ട, സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനവിടെ ചാവും. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ എല്ലാം ഓരോന്ന് ആ കടയിലെ പയ്യനും എല്ലാം എടുക്കുകയാണ് കേട്ടോ. എടുത്ത് അതെല്ലാം 140 രൂപ, 1/2 കിലോ ആകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ പയ്യൻ എല്ലാത്തിൽ നിന്നും ഓരോ ഐറ്റംസ് എടുത്ത് പിന്നെ സ്വീറ്റ്സുകളെല്ലാം എടുത്ത് കേട്ടോ. എന്നിട്ട് തൂക്കുന്ന കണ്ടില്ലേ, എല്ലാം തൂക്കിയെടുത്ത് അതും പിന്നെ പാക്ക് ചെയ്യുകയാണ്. അപ്പം അതൊക്കെയേ ഉള്ളൂ മേടിച്ചത്.
ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഞാൻ മേടിക്കാതിരിക്കത്തില്ല. അതും എല്ലാം മേടിച്ച് കട നിറച്ച് സ്വീറ്റ്സാണ് ഇരിക്കുന്നത്. കണ്ടിട്ട് കൊതി വരുവാണ്, കൊതി. അങ്ങനെ പിന്നെ എന്തുവാ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. പിന്നെ കണ്ടോ അതിനകത്തുനിന്ന് അവൾ പിന്നെ വെപ്രാളപ്പെടുന്നു ഒരെണ്ണം എടുത്ത് കഴിക്കാൻ കേട്ടോ. ഷെമി എന്ന് പറയുന്ന സാധനം അതിനകത്ത് നിന്നൊക്കെ എടുത്ത് കഴിച്ച് രുചിയൊക്കെ ഞങ്ങൾ നോക്കി. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നിന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ എവിടെയൊക്കെ വായി നോക്കിയൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ റോഡിലിറങ്ങി പോവാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, റോഡിലും തിരക്കാണ്, ഭയങ്കരമായ തിരക്കാണ്. അവൾ വീണ്ടും അവളെ വായി നോക്കി നിൽക്കുകയാണ് ഈ ഷെമി. അവളൊരു വായി നോക്കിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി നോക്കിയും പിടിച്ചുമൊക്കെ നിന്ന് അങ്ങ് ഷൂന്ന് പോവുമല്ല, കാണുന്നിടത്തൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കും ഞങ്ങൾ. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ, വലിയ വീഡിയോസൊന്നും അല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ റോഡിലോട്ട് ഇറങ്ങി ബസ് കയറാൻ പോവുകയാണ് മുത്തുമണികളേ.